കൂടെ പോയി. അപ്പം അതിനു മുമ്പേ വാജ്പേയി പരിചയപ്പെട്ടിരുന്നു. ഇദ്ദേഹം ഞാനും വരുന്നുണ്ട് ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ആ വയനാട് ചുരം ഇങ്ങനെ കയറി അങ്ങ് ചെന്ന് അവിടെ അന്നൊരു സ്ഥലമുണ്ട്, ഇപ്പോഴതില്ലാന്ന് തോന്നുന്നു. ഈ കാറിന് ഈ കൂളിങ് ചൂടാവാൻ റേഡിയേറ്ററൊക്കെ അന്ന് ചൂടാവും അംബാസിഡർ കാറിൽ, എന്നിട്ട് പുകയൊക്കെ വരും. അപ്പോൾ ഇവർ വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഒരു വാട്ടറിങ് പോയിന്റ്, കൂളിംഗ് പോയിന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുടെ കാറിൽ നിന്ന് ഭയങ്കരമായിട്ട് പുക. ഇങ്ങനെ കാർ എൻ്റെ തൊട്ട് മുമ്പിലാണ്, ഭയങ്കര ഈ സ്റ്റീം എൻജിൻ ട്രെയിനൊക്കെ പോകുന്ന പോലെ. അപ്പോൾ ആ ഡ്രൈവർ കൊണ്ട് അവിടെ നിർത്തി അതിൻ്റെ ഉള്ളിലേക്ക് അയാൾ എന്ത് ചെയ്തു, അയാൾ പാനിക് ചെയ്തു. ഈ വാജ്പേയി അല്ലേ അകത്തിരിക്കുന്നത്. പിന്നെ അയാൾ ചെന്ന് ഇങ്ങനെ ആ റേഡിയേറ്റർ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നോക്കി, അത് നേരെ മുഖത്തടിച്ചിട്ട് അയാൾ അവിടെ ഇങ്ങനെ വെച്ചു. ഇത്രയും ഭാഗത്ത് വെളുത്ത നിറം, സ്കിന്നങ്ങ് പോയി. അങ്ങനെ ഭയങ്കര കാടും. അപ്പം പിറകെ വേറെ കാറുകളൊക്കെ 2-3 കാറുണ്ടായിരുന്നു. അവരൊക്കെ ഓടി വന്നു. അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, അതിന് ഇതൊക്കെ അടിച്ചു. പക്ഷെ വാജ്പേയി വളരെ കൂളായിരുന്നു. ശരിക്കും അതൊരു പാനിക് സിറ്റുവേഷനാണ്. ബാക്കി എല്ലാവരും വരേണ്ടി പോയി. ഈ കാറിലിങ്ങനെ ഭയങ്കര പുക വരികയും ഇതൊക്കെ ആവുകയാണ്. അതുകൊണ്ട് അന്ന് വാജ്പേയി പള്ളിയറ രാമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രൈബൽ ലീഡറായിരുന്നു, കുറിച്ചിയ ലീഡർ. അങ്ങനെ BJPയുടെ ഒരു നേതാവാണ് അന്നത്തെ കാലത്തെ. അങ്ങേരുടെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ പോയി. അപ്പം ഞാനും വാജ്പേയിയും അടുത്തടുത്തിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങേര് ചപ്പാത്തിയും മറ്റേ ദാൽ ഫ്രൈയോ പരിപ്പ് അതാണ്. അപ്പം ഞാനും അങ്ങേരുടെ കൂടെ ഇരുന്ന് ചപ്പാത്തി കഴിച്ചു, അങ്ങേരായിട്ട് വർത്താനം പറഞ്ഞു. പക്ഷേ അന്ന് നമുക്ക് അറിഞ്ഞൂടാ. അന്ന് എനിക്കൊരു 30-35 വയസ്സൊക്കെ ഉള്ളൂ. ഇങ്ങനൊരു പ്രൈം മിനിസ്റ്റർ ആവാൻ പോണ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ ഒരു ഡിഗ്നിഫൈഡ് ഒരാളാണ്. ഇങ്ങനെയുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേ അറിയാം ഇങ്ങനൊരു പ്രധാനപ്പെട്ട വലിയ ആളാണ്. ഇങ്ങനെ പാർട്ടിയിൽ ഇപ്പോൾ ആരും അല്ല, ഇന്ത്യയിൽ ആരും അല്ലെങ്കിലും. അപ്പം അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ VP സിംഗ് ഇവിടെ വരുന്നതും, VP സിംഗ് അന്ന് കോൺഗ്രസുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ബോഫേഴ്സ് ഇഷ്യൂ റേസ് ചെയ്തിട്ട് അങ്ങനെ ക്യാമ്പയിൻ ചെയ്യുക കോൺഗ്രസിനെതിരെ. അന്ന് നമ്മുടെ പ്രസ് ക്ലബിലൊക്കെ വന്നു. അപ്പം ഞാൻ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു, ഈ ബോഫേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ ഞാൻ ചോദിച്ചു. കാരണം അത് സാധാരണ ജനങ്ങൾക്ക് എന്തോന്നു, ഇതൊരു ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഒക്കെ വരുന്ന ആളുകൾ വായിക്കും. സാധാരണ ആളുകൾ നോർത്ത് ഇന്ത്യയിലുള്ളവർ ഇതൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ അങ്ങേര് പറഞ്ഞു, അങ്ങേര് ഒരു പൊളിറ്റീഷ്യനാണ്, അങ്ങേർക്ക് ആളുകളുടെ പൾസ് അറിയാനുള്ള കഴിവുണ്ട്. ഞാൻ പറയണു ജയിക്കുന്നു. അങ്ങേര് പറഞ്ഞതാണ് ശരി. അപ്പം അങ്ങേരന്ന് മുതലക്കുളം മൈതാനത്ത് പ്രസംഗിക്കുകയും ചെയ്തു. അപ്പം അന്ന് കുറേ ആളുകൾ വന്നിരുന്നു അവിടെ അത് കാണാൻ. അത് ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. അന്ന് KP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു അന്നത്തെ അവരുടെ ഒരു വലിയ ആൾ. അപ്പോൾ അങ്ങേര് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, സി ദിസ് മോർണിംഗ് എ യങ് കറസ്പോണ്ടൻറ്റ് ആസ്ക്ഡ് മീ if there would be public response to my campaign on Bofors. Obviously he thought the response would be very low. But see this, I want him to see the crowd here. ഭയങ്കര ക്രൗഡ് വന്നു, ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ അങ്ങേര് പറഞ്ഞതായിരുന്നു കറക്റ്റ്. അങ്ങേര് വലിയ പൊളിറ്റീഷ്യനാണ്. അതുപോലെ തന്നെയാണ് രാജീവ് ഗാന്ധി വന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം രാത്രി 10:30 മണിക്കാണ് വന്നത്. അന്ന് മാനാഞ്ചിറയിൽ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ട് അങ്ങേരെ കാണാൻ. അന്ന് ഒരു കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചു, നമ്മളുടെ നെഹ്റു പരമ്പരയിലെ ഒടുക്കത്തെ നേതാവ് വരുന്നുണ്ട്. പക്ഷേ അത് അങ്ങനത്തെ തന്നെ ആയിപ്പോയി. അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞിട്ട് മരിച്ചുപോയി. പെരുമ്പത്തൂരിലുണ്ടായ ആക്സിഡൻറ്റ്. പക്ഷേ രാജീവ് ഗാന്ധിയൊക്കെ ഭയങ്കര പോപ്പുലറും ഭയങ്കര കാരിസ്മാറ്റിക് ആളായിരുന്നു. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ത്രീകളും ആ ഇടയ്ക്ക് വാസ്തവത്തിൽ ലെഫ്റ്റ് ഫ്രണ്ടിന് അനുകൂലമായ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി മരിച്ചതോടുകൂടി ശരിക്കും UDF സ്വീപ്പ് ചെയ്തു, ഒരു തരംഗം വന്നു. അതൊക്കെ ഈ ആളുകൾ, ഈ മീഡിയയൊക്കെ ഇങ്ങനെ ചുമ്മാതെ രാജീവ് ഗാന്ധിക്കെതിരെ അയാൾ ഡൈനാസ്റ്റിക് ഇതെന്നൊക്കെ പറയുമെങ്കിൽ ആളുകളുടെ ഇത് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നതിന് ശേഷമാണ് പെരുമ്പത്തൂരിൽ പോകുന്നതും അതെ സ്ഫോടനം നടക്കുന്നതും. അതെ. അതുപോലെ തന്നെ ജ്യോതി ബാസു അദ്ദേഹവും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഒരിതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹിയിലോ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇവരുമായിട്ടൊന്നും അത്ര ക്ലോസ് ആയിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാൻ പേപ്പറുകാർക്ക് ചിലർക്കേ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ദേശാഭിമാനിയിലെ ആൾക്ക് ചിലപ്പം അന്ന് നയനാറുമായിട്ട് ചിലപ്പോൾ വളരെ ഫ്രണ്ട്ലി ആവാൻ പറ്റും. അതേസമയം ഇപ്പം ഈ ജ്യോതി ബാസുവിനെ പോലെ വലിയ സ്റ്റേച്ചറുള്ള ആളുകൾ, നേരെ ഒരു വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും
വലിയ ആളായതുകൊണ്ട് അദ്ദേഹമായിട്ടൊന്നും അത്ര അടുക്കാൻ പറ്റില്ല. ഒന്നാമത് അദ്ദേഹം ഭയങ്കര വലിയ ആളാണ്, ബാരിസ്റ്ററൊക്കെ ആയിരുന്ന ആളും, അങ്ങനെ കണ്ടാൽ തന്നെ ഭയങ്കര ആരിസ്റ്റോക്രാറ്റിക്, എത്രയോ കൊല്ലം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. പക്ഷേ അങ്ങേര് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വന്നാൽ നമ്മൾ അങ്ങേരുമായിട്ട് നമ്മൾ തമ്മിൽ വർത്തമാനം പറയുന്ന പോലെയാണ്. അങ്ങേരുടെയും മൂഡ് അങ്ങനെയാണ്. അവിടെ വലിയ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഇതൊന്നുമില്ല. അതാണ് ഇങ്ങനെയുള്ള കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോടും അതേപോലുള്ള സ്മോളർ ടൗൺസ് ഉള്ള വലിയ ആളുകൾ വരുമ്പോൾ അവരും സാധാരണ ആളുകളെ പോലെ പെരുമാറുകയും തുറന്ന് സംസാരിക്കുകയും ക്ലോസ് ആയിട്ടൊരു ബന്ധം ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഓപ്പണായിട്ട് അവർ സംസാരിക്കുക. അവരും മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം ജ്യോതി ബാസു ഒക്കെ വലിയ പ്രൈം മിനിസ്റ്റർ ആവേണ്ട ആളാണ്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ പിന്നെ ഇവിടുത്തെ അവസാനം ഡെപ്യൂട്ടി എഡിറ്റർ, ചീഫ് ഓഫ് ന്യൂസ് ബ്യൂറോ എന്നുള്ള തസ്തികയിലാണ് വിരമിക്കുന്നത്. ഈ കാലയളവിൽ ഹിന്ദു പത്രത്തിന് പുറമെ അതിൻ്റെ സിസ്റ്റർ കൺസേൺ എല്ലാം ഫ്രണ്ട് ലൈൻ അടക്കമുള്ള മറ്റ് ശാഖകളിലോ സ്ഥിരമായിട്ട് എഴുതിയിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ? ഇല്ല, അതൊക്കെ ഇപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ട് ലൈനിലൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ തന്നെ എഴുതുമായിരുന്നു ഫ്രണ്ട് ലൈനിലൊക്കെ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു ജിമ്മി ജോർജ് ഇല്ലേ, ഒരെണ്ണം എനിക്ക് തോന്നിയിരുന്ന, അത് ഞാൻ പറയുന്നത് ഞാൻ പല സ്ഥലത്തും പോകാറുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേര് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടോ അങ്ങേരുടെ വീട്. അങ്ങേര് ഇറ്റലിയിൽ, അങ്ങേര് ഒരു ഭയങ്കര വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഭയങ്കര വോളിബോൾ പ്ലെയർ എന്ന് പറഞ്ഞാൽ അയാളെ ഇറ്റലിയിൽ ഒരു ക്ലബിന് വേണ്ടി കളിക്കുക, ഇവിടെ നിന്ന് എത്തുകൊണ്ടാണ്. അവിടെ ഒരു ആക്സിഡൻറ്റിൽ അയാൾ മരിച്ചുപോയി, കാർ ആക്സിഡൻറ്റ്. അയാൾ ഭയങ്കര യങ് ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് ഫ്രണ്ട് ലൈനിൽ സ്റ്റോറി വേണമായിരുന്നു. അപ്പോൾ അന്ന് ഫ്രണ്ട് ലൈനിന് അങ്ങനെ കറസ്പോണ്ടൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങേരുടെ വീട്ടിൽ പോയി ഞാൻ ഒരെണ്ണം എഴുതിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഭംഗിയായിട്ട് ഫ്രണ്ട് ലൈനിൽ വന്നു. അത് നന്നായിരുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പല സ്പോർട്സ് റിപ്പോർട്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അരുന്ധതി റോയ് ബുക്കർ പ്രൈസ് കിട്ടുകയും ഇവിടെ വന്നപ്പോഴാണ് അതൊക്കെ ഫ്രണ്ട് ലൈനിന് വേണ്ടി എഴുതിയത് നമ്മളാണ്. എന്നിട്ട് അരുന്ധതി റോയ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതും നന്നായെന്നൊക്കെ. അപ്പം ഫ്രണ്ട് ലൈൻ, അങ്ങനെ നമ്മൾ ഫ്രണ്ട് ലൈനും എഴുതിയിട്ടുണ്ട്. ഈവൻ സ്പോർട്സ് സ്റ്റാറിൽ വരെ നമ്മുടെ റിപ്പോർട്ട്സൊക്കെ വരും, ആളില്ലാത്ത. എന്താണ് ഈ ഒരു ഇതിനിടയിലാണല്ലോ ഒരു ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ. അത് ശരിക്കും ഈ വയനാട്ടിലെ ജേർണലിസത്തിലൊക്കെയുള്ള, വയനാട്ടിലെ എൻവയോൺമെൻറ്റിലുള്ള താല്പര്യമൊക്കെ കൊണ്ടാണ് അതൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ വയനാടിനെ കുറിച്ച് ബയോ പൈറസിയും അതും ഇതുമൊക്കെ എഴുതുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്റ്റഡി ടൂർ ഉണ്ടായിരുന്നു. അതായത് എർത്ത് സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലോകത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്, പൊല്യൂഷൻ കൺട്രോളൊക്കെ. കാരണം ജർമ്മനി ഭയങ്കര റിച്ച് ആഫ്ലുവൻറ്റ് കൺട്രിയാണ്. അപ്പം ഞങ്ങൾ 6 പേരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവർ വിളിച്ചു. അതായത് ഇന്തോനേഷ്യയിൽ നിന്ന് 2 പേര്, ലെബനോണിൽ നിന്നൊരാൾ, പിന്നെ ഇന്ത്യയിൽ നിന്ന് ഞാനും, പിന്നെ ബോംബെയിൽ നിന്നൊരു കറസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ ശ്രീലങ്കയിൽ നിന്നൊരു ഒരു ലേഡി ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ്. ഞങ്ങൾ 6 പേരെ കൊണ്ടുപോയി. അത് നമ്മൾ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിരുന്നു, ഫോറിൻ മിനിസ്ട്രിയുടെ. അപ്പം നമ്മളെ 6-7 സിറ്റീസിൽ അവർ കൊണ്ടുപോയി. 6-7 സിറ്റീസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ്, ഇപ്പം അവിടുത്തെ റിവർ റൈൻ എന്ന് പറഞ്ഞുകൊണ്ട്, റിവർ റൈനാണ് അവിടുത്തെ ഒരു അത് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിവറായിരുന്നു. പക്ഷേ അവരത് റിവേഴ്സ് ചെയ്തു. അതിൽ നിന്ന് ഡിസപ്പിയർ ചെയ്ത ഫിഷിൻ്റെയൊക്കെ സ്പീഷീസ് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ അന്നൊക്കെ ഇത്രയും ഇന്ത്യക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ത്യയൊക്കെ ദരിദ്ര രാജ്യമാണ്. പിന്നെ അന്നേ അവിടെ ഓർഗാനിക് ഫാംസിലൊക്കെ നമ്മൾ കൊണ്ടുപോയി, അവർ നമ്മളെ കാണിച്ചു. ഓർഗാനിക് ഫാംസ് എന്നൊക്കെ പറയണമെന്ന് നമുക്കൊന്നും അത്ര പറ്റിയതല്ല, കാരണം അതിൽ ഓർഗാനിക് പ്രോഡക്ട്സിന് വില കൂടുതലാണ്. 40% വരെ അന്ന് വില കൂടുതലായിരുന്നു, ഇപ്പോൾ അത്രയും കാണില്ല. അപ്പോൾ ഇതൊന്നും ഇന്ത്യക്കാർക്കൊന്നും നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് നിറച്ച് സാധനം വേണം, ഇല്ലെങ്കിൽ ഇവിടെ ഫുഡ് ഫാമീനൊക്കെ ഉണ്ടാവും. അപ്പം അന്ന് ഞാനൊരു ബേക്കറിയിൽ പോയത് ഓർമ്മയുണ്ട്, ഒരു വില്ലേജിൽ. അവിടുത്തെ ആൾ സോളാർ എനർജി കൊണ്ട് ആണ് എല്ലാം അയാളുടെ ബേക്ക് ചെയ്യുന്നതൊക്കെ. എന്നിട്ട് അയാളുടെ തന്നെ ഫാമിൽ എല്ലാം ഓർഗാനിക്, കെമിക്കൽസ് ഒന്നും. പക്ഷെ അതിന് പ്രോഡക്ട്സിന് വില കൂടുതലാണ്, ബ്രെഡിനൊക്കെ 40% കൂടുതൽ. അപ്പോൾ അതൊക്കെ അന്നേ നമുക്ക് അറിയാനുള്ള, അതൊക്കെ ഹിന്ദുവിൽ തന്നെ ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ
അവിടെ പോയതിനെക്കുറിച്ച്. മറ്റൊരു ചോദ്യം, ഈ ഇംഗ്ലീഷ് പത്രപ്രവർത്തനമായിരുന്നു, പക്ഷെ മലയാളം മാധവൻ നായർ വളരെ നന്നായി സംസാരിക്കുന്നു. മലയാളം ഏതാണ്ട് മലയാളവും മറ്റ് ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പത്രപ്രവർത്തകർക്ക് ഇംഗ്ലീഷ് മാത്രമുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രാദേശിക ഭാഷ കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ? അല്ല, പ്രാദേശിക ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള കഴിവുള്ളത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനല്ലേ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ മലയാളം അറിയാത്ത ഒരു ജേർണലിസ്റ്റ് കേരളത്തിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അവർ മലയാളം അറിയാവുന്ന ആളുടെ അടുത്ത് പോകും, ഇങ്ങനെ എന്താ പറഞ്ഞു തരണത്, നമുക്കൊരു ട്രാൻസ്ലേറ്ററെ പോലെയെങ്കിലും ആളെ ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ വാസ്കോഡ ഗാമയുടെ ലാൻഡിങ് ഇവിടെ എന്തോ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട്. എനിക്ക് 1998 തോന്നുന്നു, 1498 വാസ്കോഡ ഗാമ. അന്ന് ഇവിടെ വലിയ സെലിബ്രേഷൻസ് ആയിരുന്നു. അന്ന് ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് ജേർണലിസ്റ്റുകൾ വന്നിരുന്നു, ജർമ്മൻ, ജപ്പാൻ, ഇവരെല്ലാം വന്ന് എൻ്റെ അടുത്താണ് വരുന്നത്. കാരണം അവർക്ക് ഇംഗ്ലീഷിലും സംസാരിക്കാം, അവർക്ക് മലയാളത്തിലുള്ളത് അറിയാൻ വേണേ. അപ്പം നമ്മളൊക്കെ തന്നെ പരിചയമുള്ള ആളിലേക്ക് നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം മലയാളം അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ മലയാളം ഇല്ലെങ്കിലും ഇവിടെ ഒരു ജേർണലിസ്റ്റിന് സർവൈവ് ചെയ്യാം. കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. ഒരുമാതിരിയൊക്കെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. എല്ലാവരും അവസാനമായൊരു ചോദ്യം, ഈ 70-കളുടെ അവസാനത്തിൽ പത്രപ്രവർത്തനം തുടങ്ങുന്നു. അവിടെ നിന്ന് ഒരുപാട് മാറ്റങ്ങളിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വിഷ്വൽ മീഡിയയുടെ വരവ്, സാങ്കേതികപരമായിട്ട് വലിയൊരു കുതിച്ചുചാട്ടം, വിപ്ലവകരമായ മാറ്റമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. പുതിയ ഒരു തലമുറ പത്രപ്രവർത്തന രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു പ്രതീക്ഷകളുടേതാണോ അല്ലെങ്കിൽ ആശങ്കയുള്ള ഒരു രീതിയിലാണ്? അതായത് പ്രതീക്ഷകളും ആശങ്കകളും ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ടെലിവിഷൻ്റെ വരവാണ് ഏറ്റവും വലിയ സംഭവം ഈ മീഡിയ സീനിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ കേരളത്തിലുണ്ടാകുന്ന മലയാളം ടെലിവിഷൻ ചാനൽസ് പല കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അത് ഞാൻ മാത്രമൊന്നുമല്ല, അതിൽ ഈവൻ ഭാഷയിൽ താല്പര്യമുള്ള ആളുകൾ വരെ പലതും ആലോചിക്കേണ്ടതുണ്ട്. ഇവർ സംസാരിക്കുന്ന ഭാഷ ശരിയാണോ? കാരണം ഇത് കേട്ടിട്ടാണ് നമ്മുടെ പിള്ളേർ വളരുന്നത്. പിന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡ്സ് ശരിയാണോ? ഇവർ ഈ TV ടോക്ക് ഷോയിലൊക്കെ ചില പെൺകുട്ടികളൊക്കെ വഴക്കുകൂടുന്ന പോലെ സംസാരിക്കുന്നത്. പിന്നെ അവരുടെ വളരെ ഒപ്പീനിയനേറ്റഡാണ് അവരുടെ അഭിപ്രായം. അവർ ഈ കോളേജിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഒരു ടോക്ക് ഷോയിൽ വരുന്നയാൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എല്ലാം ഉൾക്കൊള്ളാം. കുറച്ചൊരു ന്യൂട്രലായിട്ടൊക്കെ രണ്ട് സൈഡും പ്രസൻറ്റ് ചെയ്യാനുള്ള. പിന്നെ ബേസിക്കായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്താൽ അയാൾക്ക് പറയാനുള്ള എന്താണെന്നുള്ളതാണ് പ്രധാനം. അയാൾക്ക് എത്ര വിവരമില്ലെങ്കിലും അയാൾ പറയുന്നത്, അല്ലാതെ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ അയാളുടെ പേഴ്സണാലിറ്റി ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് കറക്ഷൻസ് വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ടെലിവിഷൻ രംഗത്ത് ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട്. ഒരുപാട് നല്ല ചാനലുകൾ ഇനിയും വരുന്നുണ്ടെന്നാണ്. ഇപ്പം തന്നെ ഞാൻ 2 ചാനലിൻ്റെ ട്രയൽ റൺ ഞാൻ കണ്ടു. ഒരുപാട് നല്ല ജേർണലിസ്റ്റുകൾ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ മീഡിയ സീൻ ഭയങ്കര അലേർട്ടാണ്, 24/7. ഇവിടെ ആർക്കും കുഴപ്പം കാണിച്ചാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാനൊന്നും പറ്റില്ല, എവിടെയെങ്കിലുമൊക്കെ വരും. ഇതൊക്കെ ഡെമോക്രസിക്ക് വളരെ നല്ല തന്നെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന കൾച്ചറൽ ഇമ്പാക്റ്റ്, നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് നമ്മുടെ ഇതിലുണ്ടാകുന്നുണ്ട്. എല്ലാത്തിനെയും എതിർക്കുക, ആരോടും ഒരു റെസ്പെക്റ്റിലാവുക, ഈ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക്. പക്ഷേ നമുക്ക് ചില സംഗതികളെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്കിലേ അത് നമ്മുടെ സൊസൈറ്റിയുടെ സർവൈവലിന് ആവശ്യമാണ്. പിന്നെ എല്ലാത്തിനെയും സംശയിക്കുക, പിന്നെ കഴിവുള്ളതിനെ അംഗീകരിക്കാനുള്ള ഒരു വൈമുഖ്യം, ഇതൊക്കെ എല്ലാ മലയാളികൾക്കും ഉള്ളതാണ്. എനിക്കും കുറച്ച്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നമ്മുടെ പുതിയ ജനറേഷന് അതിൽ നിന്നെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയിട്ട് വളരെ സീനിയർ ജേർണലിസ്റ്റുകളും പിന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഒക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സാംസ്കാരിക രംഗത്ത് പ്രാഗൽഭ്യം തെളിച്ചവർ, അവർ നല്ല പഠിത്തത്തിലും നല്ല വിവരമുള്ള ആളുകളുണ്ട് ഒരുപാട് പേര്.
അവരെ എല്ലാം വെച്ചിട്ട് നമുക്കൊരു കൾച്ചറൽ പോളിസി ഉണ്ടാക്കണം, ഒരു മീഡിയ പോളിസി വേണം. ഇതിൽ മീഡിയക്കാരുടെ ഇൻപുട്ടും വേണം. അപ്പം ഇതെല്ലാം ഒരു വലിയ ഒരു ചേണിങ് നടക്കുന്ന സമയമാണ് ഈ കേരളത്തിൽ പ്രത്യേകിച്ചും. അപ്പം ഇതൊരു ടേണിങ് പോയിന്റിലാണ്. ഇത് നേരാക്കിയെടുക്കണം. ഇത് നല്ല വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ് സമൂഹം തന്നെ ഈ മീഡിയയുടെ കാര്യത്തിൽ. പക്ഷേ എല്ലാം നന്നായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. തികച്ചും ആകസ്മികമായി അതെ അതെ പത്രപ്രവർത്തന രംഗത്തേക്ക് എത്തിച്ചേരുകയും അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും പത്രമാധ്യമ രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്ത ഒരു സീനിയർ ജേർണലിസ്റ്റ്, താങ്കളുടെ അഭിപ്രായം, അനുഭവങ്ങളുടെ ഒരു സമ്പത്ത് തന്നെ ഞങ്ങളോട് പങ്കുവച്ചതിന് വളരെയേറെ നന്ദി. നമസ്കാരം. സന്തോഷം.